തന്നാലേ പ്രതിഫലനമുണ്ടാകൂ എന്ന് ഉത്തർപ്രദേശിൽ പ്രസംഗിച്ച കേന്ദ്രമന്ത്രിയും BJP സ്ഥാനാർത്ഥിയുമായ മേനകാ ഗാന്ധിയുടെ പ്രസംഗം വിവാദമാകുന്നു. എന്തായാലും താൻ മണ്ഡലത്തിൽ വിജയിക്കുകയാണെന്നും എന്നാൽ മുസ്ലിങ്ങളുടെ വോട്ടില്ലാതെ വിജയിച്ചാൽ തനിക്ക് അത്ര സന്തോഷമുണ്ടാകില്ലെന്നും മേനകാ ഗാന്ധി പറയുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം എന്തെങ്കിലും ആവശ്യം പറഞ്ഞു വന്നാൽ അത് പരിഗണിക്കുന്ന കാര്യം താൻ ആലോചിച്ചേ ചെയ്യുമെന്നും ഭീഷണി സ്വരത്തിൽ മേനകാ ഗാന്ധി പ്രസംഗിച്ചിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ സുൽത്താൻപൂരിലെ തൂരബ് ഹനി ഗ്രാമത്തിലായിരുന്നു മേനകാ ഗാന്ധിയുടെ വിവാദമായ ഈ പ്രസംഗം. മേനകയുടെ പ്രസംഗത്തിന്റെ മൊബൈൽ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രസംഗത്തിൽ മേനക പറയുന്നത് ഇങ്ങനെയാണ്: എന്തായാലും ഞാൻ ജയിക്കുകയാണ്. ഇവിടെ ആളുകളുടെ സ്നേഹത്തോടെ ഞാൻ ജയിക്കുകയാണ്. എൻ്റെ ജയം മുസ്ലിങ്ങൾ ഇല്ലാതെയാണെങ്കിൽ എനിക്ക് അത്ര സന്തോഷമുള്ള കാര്യമല്ല, മനസ്സിന് വലിയ ബുദ്ധിമുട്ടാകും. എങ്കിലും ഞാൻ ഇത്രമാത്രം പറയുന്നു, ഇനി മുസ്ലിങ്ങൾ ഞാൻ ജയിച്ച ശേഷം എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ ഞാൻ ആലോചിക്കും എന്തിന് സഹായിക്കണം. എന്താണിപ്പോൾ അതുകൊണ്ടൊരു നേട്ടം? ഈ തിരഞ്ഞെടുപ്പ് ഞാൻ താണ്ടിക്കഴിഞ്ഞു. ഇതിനുശേഷം നിങ്ങൾ ജോലിക്കായി മറ്റ് ആവശ്യങ്ങൾക്കായി എൻ്റെ അടുത്ത് വന്നാൽ ഇതാകും എൻ്റെ നിലപാട്. മേനകാ ഗാന്ധി പറഞ്ഞു നിർത്തുന്നു. ഇങ്ങോട്ട് തരുന്നില്ലെങ്കിൽ തിരികെ നൽകിക്കൊണ്ടേ ഇരിക്കുമെന്ന് കരുതരുത്. നമ്മൾ മഹാത്മാഗാന്ധിയുടെ മക്കളല്ലല്ലോ. പിലിഭിത്തിയിൽ ഞാൻ എന്ത് ചെയ്തെന്ന് എല്ലാവർക്കും അറിയാം. അത് നോക്കി എനിക്ക് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇത്തവണ ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിലാണ് മേനകാ ഗാന്ധി പാർട്ടിയെ മത്സരിപ്പിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം കൂടിയായ ഇവിടത്തെ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മേനകാ ഗാന്ധിയുടെ മകൻ വരുൺ ഗാന്ധിയാണ് മത്സരിച്ചത്. ഇത്തവണ മണ്ഡലം പരസ്പരം മാറ്റിയാണ് ഇരുവരും മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ മേനക മത്സരിച്ച് ജയിച്ച പിലിഭിത്തിയിൽ ഇത്തവണ വരുൺ ഗാന്ധിയാണ് മത്സരിക്കുന്നത്. മുസ്ലിം വോട്ടർമാരോട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്ന മേനകയുടെ ദൃശ്യങ്ങൾ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകുമെന്നുള്ളത് ഉറപ്പാണ്. വർഗീയത ഇളക്കിവിടുന്ന തരത്തിൽ പ്രസംഗങ്ങളോ പ്രചരണങ്ങളോ പാടില്ലെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാതൃകാ പെരുമാറ്റ ചട്ടത്തിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. മേനകയുടെ മകൻ വരുൺ ഗാന്ധിയും മുസ്ലിം വോട്ടർമാരോട് ഭീഷണി സ്വരത്തിൽ സംസാരിച്ചതിന് ജയിലിൽ പോയ ആളാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് നേരെ ഏതെങ്കിലും മുസ്ലിം ഒരു വിരലുയർത്തിയാൽ കൈവെട്ടുമെന്നായിരുന്നു ഒരു പൊതുയോഗത്തിൽ വരുൺ പ്രസംഗിച്ചത്. എന്തായാലും മുസ്ലിങ്ങൾക്കെതിരെ പ്രസംഗിച്ചതിന് മകൻ ജയിലിലായി. എന്നിട്ടും മേനകാ ഗാന്ധി പഠിക്കുന്നില്ല. മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊന്നും നടത്തില്ലെന്നുള്ള ഭീഷണി സ്വരം, ഇതാണോ ഒരു നേതാവിന് വേണ്ടത്? ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ ഭരണമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അങ്ങനെ ജനാധിപത്യ ഭരണം നിലനിൽക്കുന്ന ഇന്ത്യയിൽ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി വോട്ട് നേടുന്നത് ശരിയല്ല. ഒരു നേതാവ് ജാതിയും മതവും വർഗവും ഒക്കെ മറന്ന് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട ആളാണ്. അതാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരനും ഒരു യഥാർത്ഥ നേതാവും. ഇനിയെങ്കിലും മേനകാ ഗാന്ധി അത് മനസ്സിലാക്കിയാൽ നന്ന. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.